പ്രത്യേകിച്ച് ഒരു മുഖവുരയും ഇല്ലാതെ തന്നെ നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നാമതായിട്ട് പ്രയോഗിക്കേണ്ട സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്നുള്ളതാണ്. അതായത് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക, അതിനോടനുബന്ധിച്ച് തന്നെ നമ്മളൊരു ആൻറ്റിസിപ്പേഷനും ഉണ്ടാക്കിയെടുക്കുക. കാരണം പെൺകുട്ടികൾക്ക് ആരുടെയെങ്കിലും മനസ്സിൽ അല്ലെങ്കിൽ ആരെങ്കിലും അവർ ഇഷ്ടപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ആരിലെങ്കിലും ഒരു ഒബ്സസ്ഡ് ആകണമെങ്കിൽ ഈ രീതിയിൽ ഒരു ടെൻഷനും ആൻറ്റിസിപ്പേഷനും കൂടിയേ തീരത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ യാതൊരുവിധ ഇൻട്രസ്റ്റും ഉണ്ടാവത്തില്ല. നമ്മൾ കണ്ടിട്ടില്ലേ ഈ സിനിമയൊക്കെ എല്ലാം വളരെ ഹാപ്പി ആയിട്ട് മാത്രമാണ് പോകുന്നതെങ്കിൽ നമുക്ക് ആ സിനിമ ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തില്ല. എന്നാൽ സിനിമയും സീരിയലും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് എപ്പോഴാണ്? അവിടെ ഒരു ടെൻഷൻ്റെ ഘടകങ്ങൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു പിരിമുറുക്കത്തിൻ്റേതായിട്ടുള്ള എലമെൻറ്റ്സ് കടന്നു വരുമ്പോഴാണ്. അതായത് വില്ലന്മാർ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, അതല്ലെങ്കിൽ വെല്ലുവിളികൾ, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ഇതൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു ത്രില്ല് തോന്നി തുടങ്ങും. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുക, അതായത് ഒരു ആൻറ്റിസിപ്പേഷനോട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ടെൻഷൻസ് മാത്രം വരുന്നെങ്കിൽ ആ സിനിമ ഒരു ട്രാജഡി ആയി പോകും. അപ്പോൾ സിനിമയിൽ ടെൻഷൻ മാത്രമല്ല, അതിനെ അതിജീവിക്കുന്നുണ്ട്. അപ്പോൾ ടെൻഷൻ്റെ മുകളിൽ ഈ ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ട്. ടെൻഷനെ കഴിഞ്ഞും ഒരുപടി ഉയർന്ന് അല്ലെങ്കിൽ ഒരുപാട് കൂടുതലായിരിക്കണം ആൻറ്റിസിപ്പേഷൻ്റെ എലമെൻറ്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ലൂസിഫർ സിനിമ എടുക്കുമ്പോഴത്തേക്കും അതിലൊരുപാട് ലാലേട്ടന് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട്, ഒരുപാട് വില്ലന്മാരെ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോഴാണ് ആ സിനിമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവുന്നത്, ത്രില്ലിംഗ് ആവുന്നത്. ഇപ്പോൾ ഈ വില്ലന്മാർ ഒന്നും ഇല്ലെങ്കിലോ ഒരിക്കലും ലാലേട്ടൻ ആ സിനിമയ്ക്ക് എത്തും മാസ് കാണിക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല, പ്രശ്നം ഉണ്ടായില്ല പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ഇതുപോലെ ഒരു 2 സ്റ്റെപ്പ് ഫോർവേഡ് എടുത്താൽ 1 സ്റ്റെപ്പ് ബാക്ക്വേർഡിലോട്ട് പോയില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അതൊരു ഇൻട്രസ്റ്റിംഗ് അല്ലാതെ വരും. അപ്പോൾ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ പെൺകുട്ടികളൊക്കെ ഈ രീതിയിൽ ഒരു 2 സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്നുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ട്. അവർ നാച്ചുറലായിട്ട് തന്നെ എടുക്കുന്നതാണ്. മറ്റൊന്നുമല്ല, നമ്മൾ കണ്ടിട്ടില്ല പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ നമ്മളോട് ഭയങ്കര ഇഷ്ടവും സ്നേഹവും അങ്ങനെയുള്ള നമുക്ക് തോന്നും, ഒരുപാട് നമ്മളോട് ഇഷ്ടമാണ് സ്നേഹമാണെന്നുള്ള രീതിയിലുള്ള സിഗ്നൽസ് തരും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബിഹേവിയേഴ്സൊക്കെ പുറത്തെടുക്കും. പക്ഷേ പിറ്റേ ദിവസം കാണുമ്പോൾ നമ്മളെ കണ്ട പരിചയം പോലും കാണിക്കത്തില്ല. തന്നെ എപ്പോഴും ഞാൻ പരിചയപ്പെട്ട് ആ ഒരു രീതിയിൽ ഒരു അപരിചിതനെ പോലെ ചിലപ്പോൾ നമ്മളോട് പെരുമാറിയെന്നിരിക്കാം. എന്നാൽ അടുത്ത ദിവസം പിന്നെ ഈ പറഞ്ഞ സ്നേഹവും താല്പര്യമൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ഇഷ്ടമുണ്ട് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ മിക്സ്ഡ് സിഗ്നൽസ് ഒക്കെ തരും. അപ്പോൾ ആണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇന്നലെ എന്നെ ഇഷ്ടമായിരുന്നില്ല, ഇപ്പോൾ ഇന്ന് എന്താ ഇങ്ങനെ? അപ്പോൾ ഇന്നലത്തെ ആ ഇഷ്ടം ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഇഷ്ടം തിരിച്ചു പിടിക്കാനായിട്ട് വീണ്ടും നമ്മൾ ഒരുപാട് ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി പ്രയത്നിക്കും, അത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കും. അപ്പോൾ ഈ ഫോർവേഡ് സ്റ്റെപ്പുകൾ മാത്രം എടുക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ വ്യക്തിക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മളിങ്ങനെ ഫോർവേഡ് സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് തുടർന്നുകൊണ്ട് പോകാനായിട്ട് യാതൊരു പരിശ്രമവും ചെയ്യേണ്ടി വരുന്നില്ല. വെറുതെ അങ്ങ് കുത്തിയിരുന്നാൽ മതി, സംഭവമൊക്കെ സ്മൂത്തായിട്ട് പോകുന്ന. അപ്പോൾ പുരുഷന്മാർ ചെയ്യേണ്ടത് എന്നാ വെച്ചാൽ ഫോർവേഡ് സ്റ്റെപ്പ് മാത്രമല്ല ബാക്ക്വേർഡ് സ്റ്റെപ്പ് എടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൽ ചാറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരൊരു മെസ്സേജ് അയക്കുമ്പോൾ തന്നെ തിരിച്ച് അതിൻ്റെ റിപ്ലൈ അയക്കാൻ പാടില്ല. കാരണം എന്താണ്, അവിടെ നമ്മൾ ബാക്ക്വേർഡ് സ്റ്റെപ്പ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്ക് മെസ്സേജൊക്കെ വിടാതിരിക്കണം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കാണുന്ന ഉടനെ തന്നെ റിപ്ലൈ വിടരുത്. കാരണം ഈ റിപ്ലൈ കാണാതിരിക്കുമ്പോഴാണ് അവർ നോക്കുമ്പോഴത്തേക്കും 10 വിപരീതമായിട്ട് റിപ്ലൈ ഒന്നുമില്ല. അപ്പോഴാണ് അവർ നിങ്ങളുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. മറ്റേത് നിങ്ങൾ എപ്പോഴും തുരുതുര റിപ്ലൈ അയക്കുന്നു, എപ്പോഴും ചാറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ റിപ്ലൈ അവർ പ്രതീക്ഷിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ ബോറായി തോന്നുന്നവർക്ക്. പക്ഷേ നിങ്ങളുടെ റിപ്ലൈ കാണാതിരിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു മെസ്സേജൊക്കെ ഒരു മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ മിസ് ചെയ്യാനോ നിങ്ങളുടെ മെസ്സേജിനെ മിസ് ചെയ്യാനോ ഒന്നും ഒരു ഗ്യാപ്പ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ എപ്പോഴും തുരുതുര വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എപ്പോഴും വിളിക്കാൻ പറ്റില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കാതിരിക്കണം. അപ്പോഴാണ് ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യണം. അപ്പോഴാണ് അവർക്ക് നിങ്ങളെ ഒന്ന് മിസ്സാവുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കോൾ അവരും ഒന്ന് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പം നിങ്ങളുടെ ഒരു കോൾ ആഗ്രഹിക്കാൻ പോലും പ്രതീക്ഷിക്കാൻ പോലും ഉള്ളൊരു സമയം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നില്ല. കാരണം തുരിതിര വിളിച്ചുകൊണ്ടിരിക്കുക, അത് അവർക്കൊരു ശല്യമായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 2 സ്റ്റെപ്സ് ഫോർവേഡ് ആൻഡ് 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്നുള്ളൊരു സ്ട്രാറ്റജി എടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റിലേഷൻഷിപ്പിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും, കുറേ കൂടി ചലഞ്ചസ് വരും. അപ്പം അവരും എന്തെങ്കിലുമൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി പരിശ്രമിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ രണ്ടുപേരുടെയും ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മാറുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആവും, നമ്മൾ മാത്രം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി തലയിൽ വെക്കുന്നു, മറ്റവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ പോകണമെങ്കിൽ റിലേഷൻ ഇട്ടിട്ട് പോകും എന്നുള്ളൊരു സ്ഥിതിയും വരും. ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് മോർ ഓൺ ഹെർ പേഴ്സണാലിറ്റി ദാൻ ഹെർ ഫിസിക്കൽ അപ്പിയറൻസ് എന്നുള്ളതാണ്. പുരുഷന്മാർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, അവർ എപ്പോഴും ഈ പെൺകുട്ടികളുടെ സൗന്ദര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, എന്നാൽ അവരുടെ പേഴ്സണാലിറ്റി ഒട്ടും മൈൻഡ് ചെയ്യത്തുമില്ല. അപ്പോൾ പെൺകുട്ടികൾ പക്ഷേ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അവരെപ്പോഴും നോക്കുന്നത് ഇവൻ എൻ്റെ പേഴ്സണാലിറ്റിയെ എത്രമാത്രം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, ഞാനെന്ന വ്യക്തിയെയാണോ ഇവൻ സ്നേഹിക്കുന്നത്, അതോ വെറും എൻ്റെ ബാഹ്യ സൗന്ദര്യത്തെയാണോ. പലപ്പോഴും പെൺകുട്ടികൾക്ക് തോന്നും ഇവൻ എൻ്റെ ബാഹ്യ സൗന്ദര്യത്തെ മാത്രമാണ് സ്നേഹിക്കുന്നത്, ഞാനെന്നൊരു വ്യക്തിയെ അവൻ സ്നേഹിക്കുന്നില്ല, എൻ്റെ പേഴ്സണാലിറ്റി ഒന്നും അവൻ കണക്കിലെടുത്തിട്ടില്ല.
അപ്പോൾ അവൾക്ക് ആ ഒരു ചെറുക്കനോട് അല്ലെങ്കിൽ ആ ഒരു പുരുഷനോട് ഒരു പുച്ഛമായിരിക്കും തോന്നുക. കാരണം എൻ്റെ പേഴ്സണാലിറ്റി ഒന്നും നോക്കാത്ത ഒരുത്തൻ, വെറുതെ എൻ്റെ ബാഹ്യ സൗന്ദര്യത്തിൽ നോക്കുന്ന ഒരുത്തൻ, അവനെ ഒട്ടും ട്രസ്റ്റ് ചെയ്യാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവൻ എന്നെ ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നില്ല, എന്നെ വെറും ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്, എൻ്റെ പുറമേയുള്ള പുറമോടി മാത്രമായിട്ടാണ് അവൻ കാണുന്നത്, എന്നെ അവൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, വെറുതെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല, വെറുതെ ഒരു ഉപഭോഗ വസ്തുവായി കാണുന്നു എന്നുള്ളൊരു ഫീല് പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും വരും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോടൊരു അവജ്ഞയും അകൽച്ചയൊക്കെ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ പേഴ്സണാലിറ്റിക്കായിരിക്കണം കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി മൂന്നാമതായിട്ട് അവർക്ക് അൺഎൻഡ് വാലിഡേഷൻ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പൂർണ്ണമായിട്ട് അവരെ അംഗീകരിക്കുന്നു, അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. അതായത് അവരൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവരുടെ പ്രവൃത്തികളിലെല്ലാം പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് തുല്യമാണ് ഈ രീതിയിൽ ഒരു വാലിഡേഷൻ കൊടുക്കുന്നത്. അത് അവർ ഏൺ ചെയ്തെടുക്കുകയാണ്, അവർ തന്നെ സ്വന്തം പരിശ്രമത്തിലൂടെ നമ്മളിൽ നിന്നും ഇങ്ങനെ ഒരു വാലിഡേഷൻ നേടിയെടുക്കുകയാണെങ്കിലേ അവരുടെ മനസ്സിലും അതിനൊരു വിലയുണ്ടാകത്തുള്ളൂ. അല്ല നമ്മളിങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് വാലിഡേഷൻ കൊടുത്തുകൊണ്ടിരുന്നാൽ അവരോർക്കും നമ്മൾ വെറുതെ ഫേക്കാണ്. അതായത് നമ്മളവരെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളവരെ വെറുതെ പ്രശംസിക്കുകയാണെന്ന് വെക്കുക, എന്തിനും ഏതിനും പ്രശംസ, ഓ നീ നിന്നെ കാണാൻ ഭയങ്കര സുന്ദരിയാണ്, നിൻ്റെ കണ്ണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഇതൊക്കെ പെൺകുട്ടികൾ കേട്ട് മടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം അവരോടുള്ള പൂവാലന്മാരെല്ലാം പറയുന്ന സെയിം പരിപാടികൾ തന്നെയാണിത്. അപ്പോൾ അവർക്ക് തോന്നും ഇപ്പം വെറുതെ ഒരു ആത്മാർത്ഥതയില്ലാതെ വെറുതെ എന്നെ ഇങ്ങനെ പ്രശംസിക്കുന്നതാണ്, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവൾ നിങ്ങളുടെ ആ ഒരു വാലിഡേഷന് യാതൊരു വിലയും കൽപ്പിക്കത്തുമില്ല, നിങ്ങളിൽ നിന്ന് പിന്നെ ആ വാലിഡേഷൻ നേടിയെടുക്കാൻ അവൾ ശ്രമിക്കുന്നുമില്ല. കാരണം എന്താ വെച്ചാൽ വില കൊടുക്കാതെ നേടിയെടുക്കുന്നതിന് ഒന്നും, അല്ലെങ്കിൽ പരിശ്രമം കൂടാതെ വെറുതെ ഓസി കിട്ടുന്നതിനൊന്നും നമ്മൾ വില കൽപ്പിക്കത്തില്ല. പലപ്പോഴും പെൺകുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് അവർ തന്നെ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിൽ നിങ്ങൾ മെല്ലെ ഇമ്പ്രസ്ഡ് ആയി ആ രീതിയിൽ അവരെ വാലിഡേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വാലിഡേഷനാണ് അവർക്ക് കൂടുതൽ സ്വീകാര്യമായിട്ട് തോന്നുന്നത്. പക്ഷേ പെൺകുട്ടികൾക്ക് നമ്മളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് പോലും നമ്മൾ കൊടുക്കുന്നില്ല. ആ ഇമ്പ്രസ് ചെയ്യാനുള്ള ചാൻസ് അല്ലെ അങ്ങനെ ഒരു പ്രവൃത്തികൾ അവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവർക്ക് ഈ ഫുൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നെ അവർ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ റിലേഷൻഷിപ്പിൽ നടത്തുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നും അവർ ചെയ്യുന്നില്ല. കാരണം അവർക്ക് മനസ്സിലാവുന്നു അവർ വെറുതെ ഇരുന്നാലും നിങ്ങൾ ഇമ്പ്രസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ ആത്മാർത്ഥമായിട്ട് ഒന്നും ചെയ്യത്തില്ല, വെറുതെ ന്യൂട്രലായിട്ട് ആ റിലേഷനിൽ സ്ഥിതി ചെയ്യും. അതുകൊണ്ട് തന്നെ ആ റിലേഷൻ യാതൊരുവിധ രസവും ഇല്ലാത്ത രീതിയിൽ മൊണോട്ടണസ് ആയിട്ട് മുന്നോട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നിങ്ങളെ ബോറടിക്കും, നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവർ പോവുകയും ചെയ്യും. ഇനി നാലാമായിട്ട് നല്ലൊരു പ്രേക്ഷകനാവുക, നല്ലൊരു ആക്റ്റീവ് ലിസണർ ആവുക എന്നുള്ളതാണ്. പെൺകുട്ടികൾ എപ്പോഴും നോക്കുന്നത് തങ്ങളെ ശ്രദ്ധാപൂർവം ശ്രവിക്കുന്ന ഒരാളാണ്, അല്ലാതെ ശ്രവിക്കുന്നതായിട്ട് അഭിനയിക്കുന്നവരല്ല വേണ്ടത്. പലപ്പോഴും പുരുഷന്മാർക്ക് പറ്റുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശ്രവിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കും, പക്ഷേ അപ്പോഴും അവരുടെ ചിന്ത എങ്ങനെ ഇവളെ ഇമ്പ്രസ് ചെയ്യാം. ഇപ്പം അവളൊരു സ്റ്റോറി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലും ഒരു ജീവിതാനുഭവം പങ്കുവെക്കുവാണെങ്കിൽ ഉടനെ നമ്മൾ മനസ്സ് വിചാരിക്കുന്നത് എങ്ങനെ, ഇതിനെ കടത്തി വെട്ടുന്ന രീതിയിൽ ഇവളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ ഏതാണ് ഇതിനൊക്കെ ഇനി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോറി എനിക്ക് പറയാനുള്ളത് എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് ഇവൾ പറഞ്ഞു തീരാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കുകയാണ് നമുക്ക് വർത്തമാനം പറയാനായിട്ട് ചാൻസ് കിട്ടാൻ. ഉടനെ നമ്മൾ ചാടിക്കയറി നമ്മുടെ വലിയ പൊങ്ങച്ചക്കഥകൾ പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പറയുന്നു, അങ്ങനെ അവളെ ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട് നോക്കുന്നു. അപ്പോഴത്തേക്കും എന്താണ് പറ്റുന്നത്, അവൾക്ക് മനസ്സിലാവുന്നത് അവൾ പറഞ്ഞ ഒരു കാര്യവും ശ്രദ്ധിച്ചിട്ടില്ല, നമ്മുടെ മനസ്സ് മുഴുവൻ നമ്മൾ ഉണ്ടാക്കുന്ന ആ കഥയെക്കുറിച്ച് പ്രീയോക്യുപ്പൈഡ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ളവരോട് അവൾക്ക് നാച്ചുറലായിട്ട് ഒരു അകൽച്ച തോന്നും. കാരണം പറയാനായിട്ട് ഇങ്ങനെ വ്യഗ്രത പൂണ്ടിരിക്കുന്നവർ, എപ്പോഴും അവർ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നു, നമ്മളെ സംസാരിക്കാനായിട്ട് സമ്മതിക്കത്ത് പോലുമില്ല. അങ്ങനെയുള്ളവരുടെ കൂടി നമുക്കൊരിക്കലും സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നത്തില്ല. അതേസമയം ഇവൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിനെക്കുറിച്ച് അവളോട് നമ്മൾ വേറൊരു കഥ പറയുന്നതിലുപരി അവളോട് അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചോദിച്ചറിയുക, ആണോ അങ്ങനെയാണോ, എന്താണ് അങ്ങനെ സംഭവിച്ചത്, അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും, അപ്പോൾ ഈ മനുഷ്യനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധയോടെ ശ്രവിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇവൻ നല്ലൊരു ഗുഡ് ലിസണറാണ്, അപ്പോൾ ഇനിയും എൻ്റെ എല്ലാ കാര്യങ്ങളും ഇയാളോട് പറയാം, എനിക്ക് നല്ലൊരു കേൾവിക്കാരനെ കിട്ടി എന്നുള്ളൊരു സന്തോഷം അവൾക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പിന്നീട് അവളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാനായിട്ട് തുടങ്ങും. പിന്നെ അത് കുറെ കൂടി പേഴ്സണലാവും, കുറെ കൂടി വൈകാരികമാവും. ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അവൾ നിങ്ങളോട് പറയാനായിട്ട് തുടങ്ങും. അങ്ങനെ മറ്റാരോടും പറയാത്ത കാര്യങ്ങൾ പോലും അവൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് പ്രത്യേകം. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ആക്റ്റീവ് ലിസണറായി കഴിയുമ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ടും അവർ വിശ്വാസത്തിലെടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക വഴി നിങ്ങളോട് കൂടുതലൊരു ഇൻറ്റിമസി ഉണ്ടാവും, നിങ്ങളോട് വല്ലാത്തൊരു വൈകാരിക അടുപ്പം ഉണ്ടാവും, വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പും വളരെ ശക്തമായിട്ട് വളർന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അഞ്ചാമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ നമ്മളെപ്പോഴും സ്റ്റാർ ആയിക്കൊണ്ടിരിക്കാതെ
അവർക്കും ഇടയ്ക്ക് സ്റ്റാർ ആകാനുള്ള അവസരം നൽകുക എന്നുള്ളതാണ്. പുരുഷന്മാരുടെ എപ്പോഴും പറ്റുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ സ്റ്റാർ ആയിക്കൊണ്ട് ഇരിക്കും. അതിന് വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ അവരെ കൊണ്ട് സ്റ്റാർ ആകാൻ നമ്മൾ അനുവദിക്കത്തില്ല, അല്ലെ അവർക്ക് സ്റ്റാർ ആകാനുള്ള ഒരു അവസരം കൊടുക്കത്തില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ അവരെ ചിരിപ്പിക്കാനോ എൻ്റർടൈൻ ചെയ്യാനോ ഒക്കെ നോക്കുന്നു. പക്ഷേ അത് പലപ്പോഴും അവർക്ക് ബോറാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്നാൽ അവർ കൂടുതൽ ആസ്വദിക്കുന്നത് അവർക്ക് ഈ രീതിയിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ഇമ്പ്രസ് ചെയ്യിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടി നമ്മുടെ മുമ്പിൽ സ്റ്റാറായി തിളങ്ങണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു വേദി, ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് നമ്മളോട് കൂടുതൽ റെസ്പെക്റ്റും അടുപ്പവും ഒരു ഒബ്സഷനും ഒക്കെ തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുകിട്ടാം. നന്ദി.